ചൂടിന് ആശ്വാസമായി മലയോര മേഖലയിൽ വേനൽ മഴ. മുൻവർഷങ്ങളിലേതിനേക്കാൾ കൂടിയ മഴയാണ് ഇത്തവണ വയനാട്ടിൽ ലഭിച്ചത്. വേനൽ മഴ ലഭിച്ചതോടെ കൃഷി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 2013 ശേഷമുള്ള ഏറ്റവും കൂടിയ മഴയാണ് ഇത്തവണ വയനാട്ടിൽ ലഭിച്ചത്. മെയ് 11 വരെ 327 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 229 മില്ലിമീറ്റർ ആയിരുന്നു. വേനൽ മഴയിലും കാലവർഷത്തിലും കഴിഞ്ഞ വർഷമുണ്ടായ വൻ കുറവ് ഇത്തവണ നികത്തപ്പെടുമെന്നാണ് പ്രവചനം. നിലമൊരുക്കി കാത്തിരിക്കുന്ന കർഷകർക്ക് ഇത് ഗുണമായേക്കും. വേനൽ മഴ കിട്ടിയത് നമുക്ക് കാപ്പി മുതലായിട്ടുള്ള വിളകൾക്ക് മറ്റ് വൃക്ഷവിളകൾക്കൊക്കെ ഉപയോഗപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനിയും മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നെൽകൃഷിക്ക് നല്ലൊരു ലക്ഷണമാണ്. വേനൽ മഴ ലഭിച്ചതോടെ കാട്ടുതീ ഭീഷണിയിൽ അടച്ചിട്ട വന്യജീവി സങ്കേതങ്ങളും തുറന്നു. എന്നാൽ മഴ നന്നായി പെയ്തിട്ടും പകൽ സമയത്തെ ചൂടിന് കുറവുണ്ടായിട്ടില്ല. വരും നാളുകളിലും വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ജില്ല വരൾച്ചയിൽ നിന്ന് മോചിതമാവുകയുള്ളൂ. ജൂൺ 2-ാം തീയതിയാണ് മഴക്കാലം അല്ലെങ്കിൽ സീസൺ ആരംഭിക്കുന്നുള്ള ഫോർകാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതൊരു ന്യൂനമർദ്ദത്തിൻ്റെ ഒരു ഇഫക്റ്റ് ആവാനോ അല്ലെങ്കിൽ ഇടക്കാല മഴ എന്നുള്ളത് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. വരൾച്ച ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. വ്യാപകമായി മഴ ലഭിച്ചതോടെ കബനി നദിയിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വറ്റിവരണ്ട കിണറുകൾക്ക് ജീവൻ വെക്കണമെങ്കിൽ കാലവർഷം എത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. മീഡിയ 1 വയനാട്.